നമസ്കാരം. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവർ തന്നെയാണ് ഏവരും. സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനോബലം വർദ്ധിക്കുകയും കൂടാതെ ആ വ്യക്തികൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബുദ്ധിവൈഭവം ആ വ്യക്തികളിൽ വന്നു ചേരും. അത്തരത്തിൽ നിരവധിയാർന്ന പ്രത്യേകതകളാണ് ഹനുമാൻ സ്വാമിയെ നിത്യവും ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് വന്നു ചേരുക. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ഒരിക്കലും ഹനുമാൻ സ്വാമിയെ ആരാധിക്കാതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. ഇവർ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഈ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ജനനം മുതൽ ഉള്ളവർ തന്നെയാകുന്നു. അതിനാൽ ഇവർ ഭഗവാനെ ആരാധിക്കാതിരിക്കുന്നത് ശുഭകരമല്ല. ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ശ്രീരാമജയം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇവർ പ്രത്യേകിച്ചും ഹനുമത് ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ കഷ്ടതകളെയും ദുരിതങ്ങളെയും ജീവിതത്തിൽ നിന്നും പരിപൂർണമായും ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ആ നക്ഷത്രക്കാർ മൂലം, മകീരം, ഉത്രം, ചോതി, തൃക്കേട്ട, പുണർദം, തിരുവോണം എന്നീ നക്ഷത്രക്കാരാകുന്നു. നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും ഇവർ ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക.